Hello my dear students, hope you all are fine. SS World നമ്മൾ CBSE ക്ലാസ്സസും ചെയ്യുന്നുണ്ട്. CBSEയിൽ സോഷ്യൽ സയൻസിൽ നമ്മൾ നിങ്ങൾക്ക് ടേം 1 MCQ ടൈപ്പ് ആയെന്നുള്ളത് എക്സാം പാറ്റേൺ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ വീഡിയോ ചെയ്തിരുന്നു. എല്ലാവരും കാണുക ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് അല്ലെങ്കിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് ഏതൊക്കെ മോഡലാണ് ക്വസ്റ്റ്യൻ വരുന്നത് എന്നുള്ളത് പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫെഡറലിസം എല്ലാവർക്കും അറിയാം ഫെഡറലിസം എന്നാൽ എന്താണ് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ആൻസർ ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോൾ നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത്, ഈ ക്വസ്റ്റ്യൻ MCQ ആയി ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. സോ യു ഹാവ് ടു ഡോണ്ട് റിമെമ്പർ ഓൾ ദ സീക്വൻസ്, ഓൾ ദ ഈവൻറ്റ്സ്, അങ്ങനെ സീക്വൻസ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്നില്ല, അത് ബൈ ഹാർട്ട് ചെയ്യണം എന്നില്ല. ഓക്കെ, സോ ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുക ഹിയർ ഐ ആം ഗോയിങ് ടു ഗെറ്റ് ദ MCQ ക്വസ്റ്റ്യൻ ആൻഡ് ഐ ആം ഗോയിങ് ടു ആൻസർ ദ MCQ ക്വസ്റ്റ്യൻസ് എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഓക്കെ, സോ നമ്മൾ ഏത് ലെവലിലാണോ ആൻസർ ചെയ്യാൻ പോകുന്നത് ആ ലെവലിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ഈസി ഫോർ യു ടു സ്കോർ മാർക്സ്. Okay, so my dear children, we will go through the chapter Federalism. What is meant by federalism? Federalism is a system of government in which the power is divided between central authority and various constituent units of the country. എന്താണ് ഫെഡറലിസം? ദാറ്റ് ഈസ് എ സിസ്റ്റം, ഒരു സംവിധാനമാണ് വിച്ച് ദ പവർ ഈസ് ഡിവൈഡഡ്, അധികാരം വിഭജിച്ചിരിക്കുന്നു. എങ്ങനെ? ഡിഫറെൻറ്റ് യൂണിറ്റ്സ് ആക്കിയിട്ട്, വിവിധ ഘടകങ്ങളാക്കിയിട്ട്, ഡിഫറെൻറ്റ് കോൺസ്റ്റുവൻ്റ് ആക്കിയിട്ടും സെൻട്രൽ അതോറിറ്റി ആയിട്ടും ദാറ്റ് ഈസ് ഡിവൈഡഡ്. അതിനെയാണ് നമ്മൾ ഫെഡറലിസം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ പഠിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 5 കീ ഫീച്ചേഴ്സ് ഓഫ് എ ഫെഡറലിസം. 5 കീ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 or more ലെവൽസ് ഉണ്ടാകും. ഇറ്റ്സ് ഓൺ ജൂറിസ്ഡിക്ഷൻ അല്ലേ, ഇറ്റ്സ് ഓൺ ജൂറിസ്ഡിക്ഷൻ. ബൈ ഈച്ച് ടയർ ഹാസ് ഇറ്റ്സ് ഓൺ ജൂറിസ്ഡിക്ഷൻ, ദാറ്റ് ഈസ് ലെജിസ്ലേഷൻ, ടാക്സേഷൻ, അഡ്മിനിസ്ട്രേഷൻ. അവർ എന്തൊക്കെ ചെയ്യണം, ലെജിസ്ലേഷനിൽ എന്ത് ചെയ്യണം, ടാക്സേഷനിൽ എന്ത് ചെയ്യണം, എത്ര ലെവൽസ് ഓഫ് ഗവൺമെൻറ് ഉണ്ടെങ്കിലും അവരെന്തൊക്കെ ചെയ്യേണ്ടത് എന്നുള്ളതും അവിടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ദ ജൂറിസ്ഡിക്ഷൻ ഓഫ് ദ റെസ്പെക്റ്റീവ് ലെവൽസ് ആൻഡ് ടയേഴ്സ് ഓഫ് ഗവൺമെൻറ് ആർ സ്പെസിഫൈഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ദ എക്സിസ്റ്റൻസ് ആൻഡ് അതോറിറ്റി ഓഫ് ദ ഈച്ച് ടയർ ഈസ് കോൺസ്റ്റിറ്റ്യൂഷണലി ഗ്യാരണ്ടീഡ്. ഓക്കെ, അത് കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞിട്ടുണ്ട്, സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒന്ന് അതിൻ്റെ ജൂറിസ്ഡിക്ഷൻ ഉണ്ട്, അതിന് ഇറ്റ്സ് ഓൺ ജൂറിസ്ഡിക്ഷൻ ഉണ്ട്, ആ ജൂറിസ്ഡിക്ഷൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഗ്യാരണ്ടി ചെയ്തിട്ടുണ്ട് താനും. ഓക്കെ, സോ നമ്മളുടേതായിട്ടുള്ള രീതിയിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യല്ല. നമ്മൾ സ്കൂളാണെങ്കിൽ സ്കൂളിന് ഡിഫറെൻറ്റ് ക്ലാസ്സസ് ഉണ്ട്. That means we have to obey the rules of the school and principal and admin and whatever that also we are going to, even though we are divided into classes അല്ലേ. നമ്മൾ ക്ലാസ്സസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് ഒരുപാട് നമ്മൾ ഓൾ ടുഗദർ നമ്മൾ അതിലെ റൂൾസൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്. Then fundamental provisions of constitution cannot be unitarily changed by one level of government. ഒരാൾക്ക് മാത്രം ഒരു ലെവൽ ഓഫ് ഗവൺമെൻറ്റിന് മാത്രം ഒരു ചേഞ്ചസും കൊണ്ടുവരാൻ പറ്റില്ല. ആൻഡ് ദ പവർ courts have the power to interrupt constitution and powers of different levels of government. courts ഒരു എംപയറിന് മാതിരി അതിലുള്ള എന്തെങ്കിലും ഡിസ്പ്യൂട്ട്സ് ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കുന്നുണ്ട്. ആൻഡ് സോഴ്സസ് ഓഫ് റവന്യൂ ഓഫ് ദ ഈച്ച് ലെവൽ ഓഫ് ഗവൺമെൻറ് ഈസ് സ്പെസിഫൈഡ് ടു എൻഷുർ ദ ഫൈനാൻഷ്യൽ ഓട്ടോണമി. ആർക്കൊക്കെ ഏതൊക്കെ ടാക്സസ് ചെയ്യാൻ പറ്റും, ദാറ്റ് ഓൾസോ സ്പെസിഫൈഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, അതും നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മോറൽ ഒബ്ജക്റ്റീവ്സ് ആണ്. അതിൽ ടു സേഫ് ഗാർഡ് ആൻഡ് പ്രൊമോട്ട് ദി യൂണിറ്റി ഓഫ് ദ കൺട്രി. ഓക്കെ, നമുക്കൊരു യൂണിറ്റി ഉണ്ടാവാൻ, ഒരു യൂണിറ്റി ഓഫ് ദ കൺട്രി പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അക്കമഡേറ്റ് ദ റീജിയണൽ ഡൈവേഴ്സിറ്റീസ്. ഓക്കെ, ആൻഡ് റീജിയണൽ ഡൈവേഴ്സിറ്റീസ് വി ഹാവ് ടു റെസ്പെക്ട് ദ റീജിയണൽ ഡൈവേഴ്സിറ്റീസ്. സോ ദ ക്വസ്റ്റ്യൻസ് വിൽ ബി കമ്മിങ്. ഇതിലുള്ള കീ ഫീച്ചേഴ്സ് അല്ലാത്ത വേറെ എന്തെങ്കിലും തരും, എന്നിട്ട് വിച്ച് ഈസ് നോട്ട് കറക്റ്റ് വൺ, which is the correct one from the following the key features of federalism എന്ന് ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ കറക്റ്റ് വണ്ണും ഇൻകറക്റ്റ് വണ്ണും ഐഡൻറ്റിഫൈ ചെയ്യാൻ അറിയണം. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ ക്വസ്റ്റ്യൻ, ഇറ്റ് വിൽ കം ഫ്രം ദിസ് പാർട്ട്. നെക്സ്റ്റ്, holding together and coming together, federations, coming together examples USA, Switzerland, Australia. Holding together examples India, Spain, Belgium. Coming together, it is divided into different states, then they are coming together to their own bigger unit.
Okay, that is called as a coming together federation. Then second one, it is a country, then it is divided into different states. Okay, so that is India, Spain, Belgium, etc. comes under the holding together federation. Now next it is what makes India a federal country. In this you have to understand about the union list, state list and concurrent list and also residuary subject. So we will see that what is these all things. Union list means what all subjects comes under national importance such as defense, foreign affairs, banking, communications, etc. So that is called as union list. Now next is a state list. State list that is comes under the state local importance. Okay, contains subjects of a state and local importance. For example, police, trade, commerce, agriculture and irrigation. And you can see that concurrent list which is not come in both these, it is known as a concurrent list. What about subject that do not fall in any of the three subjects, three lists? Okay, so we can see that computer, software and etc. that is the modern technologies etc. coming, that at the time of constitution it is not mentioned. So like that, if it comes according to the constitution, it legislate on these residuary subjects. It comes under residuary subjects. Okay. ഈ പാർട്ടിൽ നിന്ന് ഈ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് MCQ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഞാൻ എടുത്ത ടോപ്പിക്ക് നിങ്ങൾ ഇപ്പം ഡിസ്കസ് ചെയ്ത ടോപ്പിക്കിൽ നിന്ന് നമുക്ക് കുറച്ച് MCQs നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഡാഷ് ഇസ് ദ system of government in which the power is divided into central authority and various constituent units of the country is known as. Definitely you know the answer, federalism. Next question. Different tiers of government govern the same citizens, but each tier has its own dash in specific matters. Its own jurisdiction. Which comes under union list in India? Which one comes under union list in India? Police, agriculture, banking, trade. Answer, banking. Which comes under the state list in India? Defense, currency, communication, police. State list il varunathu police. On which given subject can both the union as well as state government make laws? Answer, trade union. Holding together federations are not found in India, Spain, Belgium, Australia. Answer edana, Australia. Next question. Subject like computer software comes in the union list, state list, concurrent list. Residuary list. Answer, residuary list. Now next, four statements are given here. You can see that which is the correct one. Okay, the Constitution of India divided powers between center and states in three lists. Division powers between center and states in two lists. Listed of powers of the states and left undefined powers to the state. And D option is to specify the powers of the states and left residuary powers with the center. Yeah, here some which is the correct sentence. It is divided powers between center and states in three lists. Now two more topics are there from this chapter, that is federalism. How the federalism practiced and how is federalism practiced, and decentralization. That two topics we will discuss in the next class, and also MCQs related to that. Thank you for watching my video, my dear students. Keep on watching. We'll see you in the next class.